ഇന്നെന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഇൻഫ്ലുവൻസർ ആണ്, റാപ്പർ ആണ്. ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സംജു സാഗ്. ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ടിക്ടോക്കിലൊക്കെ ഞങ്ങൾ പൊളിയായിരുന്നു, കാണണ്ട വീഡിയോ ഒക്കെ. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. പിടിക്കാൻ മടുപ്പല്ലേ ശൈത്താന്റെ കുഞ്ഞല്ലേ അടുപ്പിലെ പണി തുടങ്ങിയില്ലേ നാട്ടാരെ പായല്ലേ. ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും എല്ലാത്തിലും പേര് കിടക്കുന്ന സംജു സാഗ് എന്നാണ്. ശരിക്കും എന്താണ് പേര്? കൊച്ചി എങ്ങനെ ഉണ്ട്? കൊച്ചി നമ്മുടെ അച്ചു വീടാണ്. കൊച്ചി നല്ല കൊച്ചി. സിനിമ ആക്ടിങ്ങിനോട് ഒരു പാഷൻ ഉണ്ടെന്ന് എവിടെയോ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും ഒരു സിനിമ മൂവിയാണോ? എന്താ, ഒരു ലേഡി ഉണ്ടായിരുന്നു, മീൻസ് ആക്ട്രസ്സാ, അഭിനയിക്കാൻ അവൾക്കൊരു ചാൻസ് കിട്ടിയതാ. അന്ന് രാവിലെയാണ് ഈ ഇതിന്റെ ഡയറക്ടറോ അല്ല ആരോ ഒരാൾ ഇതിനോട് എന്താ സംതിങ് എന്തൊക്കെയോ ചോദിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ആ ലേഡിയുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തു. അപ്പം ഇപ്പൊ ഇവര് നോക്കുന്ന എന്താ അറിയോ, ആക്ട്രസ് പോയില്ല, പെട്ടെന്ന് ഒരു ആക്ട്രസ് വേണം, അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പൊ ഈ നമുക്കാണെങ്കിൽ ഈ ടിക്ടോക്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ടും നല്ല കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ ആ സമയത്ത് എന്റെ ഫോട്ടോത്തിൽ എന്താ എനിക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയത്തില്ലായിരുന്നു. നാട്ടുകാർ എപ്പോഴും ഉണ്ടാവൂല്ലോ കുറെ നെഗറ്റീവ് പറയുന്ന നാട്ടുകാര് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അങ്ങനെ വല്ല നെഗറ്റീവും പറഞ്ഞിരുന്നു? ഹലോ ഡാ, എവിടാ? കണ്ണൂരുള്ളതാ എൻ്റെ. പക്ഷെ അവളിപ്പം ഈ വീഡിയോ കണ്ട അവൾക്ക് മനസ്സിലാവും. എവിടാ? നാട്ടില്. ഓക്കെ, ഇത് ഇങ്ങനെയും സംഭവം ഒരു പടം വന്നിട്ടുണ്ട്, അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. പക്ഷെ അതിൻ്റെ അമ്മ ഭയങ്കര സീൻ ഉണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പം അതുകൊണ്ട് അന്നത്തെ ഷൂട്ട് മുടങ്ങുന്ന ആ ഒരു ഇതിലേക്ക് എത്തി. പക്ഷെ ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ അവർക്ക് തന്നെ എന്ത് പറയാ, സത്യം എൻ്റെ വാപ്പയൊക്കെ കരഞ്ഞു. ഹലോ ഹായ് എവരിവൺ, വെൽക്കം ടു മൈൻഡ്സ്കേപ്പ്. ഇറ്റ്സ് മീ ശില്പ. ഇന്നെന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഇൻഫ്ലുവൻസർ ആണ്, റാപ്പർ ആണ്. ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സംജു സാഗ്. താങ്ക് യു സോ മച്ച്. വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായി പോകണം. കൊച്ചി എങ്ങനെയുണ്ട്? കൊച്ചി നമ്മുടെ അച്ചു വീടാണ്. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതെ, ഞങ്ങൾ ഇപ്പം ഈ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാത്തിൻ്റെ തുടക്കം കൊച്ചിന്നാണ്. ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും എല്ലാറ്റിലും പേര് കിടക്കുന്ന സംജു സാഗ് എന്നാണ്. ശരിക്കും എന്താണ് പേര്? സംജാദ്. പിന്നെ എങ്ങനെ ഈ സംജു സാഗ് ആയി? അത് ചെറുപ്പത്തിൽ എന്തോ ഒരു പൊട്ടത്തരത്തിൽ ഇട്ടതാ സംജു സാഗ് എന്നുള്ളത്. അത് പിന്നെ അങ്ങനെ കയറിപ്പോയി. യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും ഇങ്ങനെ കയറിപ്പോയി. ടിക്ടോക്കിലാ മെയിൻ. ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ടിക്ടോക്കിലൊക്കെ ഞങ്ങൾ പൊളിയായിരുന്നു, കാണണ്ട വീഡിയോ ഒക്കെ. ടിക്ടോക്ക് ബാൻ ചെയ്തത് അതുകൊണ്ടാണോ? ആയിരിക്കും. അതൊക്കെ സമയം എന്താ അറിയോ, ഞങ്ങൾക്ക് ഇങ്ങനെ റീച്ച് ആയി കയറി പോണ സമയമാണ്. എന്താ, ഡെയിലി ഞങ്ങൾ വീഡിയോ ചെയ്യും. മീൻസ് നമ്മുടെ ലോക്ക്ഡൗൺ വന്നില്ല ആ സമയത്ത് എല്ലാവരും പെട്ട് കിടക്കുക. ഇപ്പം ടീമായിട്ട് ചെയ്യുന്ന എല്ലാവരും അവരുടെ വീട്ടിൽ പെട്ട് കിടക്കുക. പക്ഷെ ഞാനും എൻ്റെ കസിൻസ് ഉണ്ട്, അംച്ചു, ഉമർ എന്നൊക്കെ പറഞ്ഞിട്ട്, മേ ബി വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം. നമ്മൾ കസിൻസ് ആണല്ലോ. അപ്പം ഞങ്ങളെല്ലാവരും വലിയമ്മാൻ്റെ വീട്ടിൽ എന്താ എല്ലാവരും ഒന്നിച്ചാ. അപ്പം ഞങ്ങൾ ഡെയിലി വീഡിയോ ഇടും. അപ്പം ബാക്കിയുള്ള ആൾക്കാർക്ക് അങ്ങനെ ഇടാൻ പറ്റുന്നില്ല, ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഡെയിലി വീഡിയോ ഇട്ടിട്ട് നമുക്ക് ടിക്ടോക്കിൽ ഭയങ്കര റീച്ചാ. അങ്ങനെ പോയി കുറച്ച് കഴിയുമ്പം ടിക്ടോക്ക് ബാനായി പോയപ്പോ ഭയങ്കര സങ്കടമായി. നമുക്ക് കൊളാബറേഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയ സമയമായിരുന്നു. ഒന്നുമില്ലാത്ത സമയത്ത് ഒരു 5K 10K കിട്ടുമ്പോൾ നമുക്കൊരു ഹാപ്പി അല്ലേ, ചെറിയ പ്രായത്തിൽ. പിന്നെ എങ്ങനെ തിരിച്ചു പിടിച്ചെന്ന് പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഓൾറെഡി എല്ലാ ക്രിയേറ്റേഴ്സും ഇൻസ്റ്റയിൽ ഉണ്ടായിരുന്നില്ല, എല്ലാവരും ടിക്ടോക്ക് മാത്രമായിരുന്നു ഫോക്കസ്. പക്ഷെ ഡൗൺ ആയിപ്പോയി. പക്ഷെ ഞങ്ങളൊക്കെ ചെയ്തെന്താ വെച്ചാൽ ഞങ്ങൾ ടിക്ടോക്കിൽ ഇടുന്ന വീഡിയോസും പിന്നെ അതുപോലെ തന്നെ പിക്സ് ഒക്കെ ഇല്ല, ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഇട്ട് വെക്കും. അത് ഇട്ട് വെച്ചോണ്ട് നമുക്ക് ഇൻസ്റ്റയിലും റീച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ ടിക്ടോക്ക് പോയപ്പോൾ റീൽസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതിൽ റീച്ച് ആയി. അതിന്റെ തന്നെ യൂട്യൂബും സെറ്റ് ചെയ്തു. ഇൻസ്റ്റയാണോ ആദ്യം തുടങ്ങിയത്? യൂട്യൂബ് എനിക്ക് എന്റെ സ്വന്തം ഇപ്പോഴുള്ള ചാനലല്ല ശരിക്കും പറഞ്ഞാൽ. എനിക്ക് എന്റെ 3 ചാനൽ എന്റെ പോയിട്ടുണ്ട്. മീൻസ് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഇതിപ്പം തുടങ്ങിയിട്ട് എത്രപ്പാ 1 year ആയിട്ടേ ഉള്ളൂ. എന്താ 1 year ആയിട്ടേ ഉള്ളൂ. അപ്പൊ അതിന് ഞാൻ അങ്ങനെ കണ്ടിന്യൂ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല, എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് റീച്ച് ആവുന്നുണ്ട്. ഇനി അപ്പോ കണ്ടന്റ് ക്രിയേഷൻ നോക്കുകയാണെച്ചെങ്കിൽ ഇത്രയും വെറൈറ്റി കോണ്ടന്റ് ഒക്കെ എവിടെ നിന്നാ കിട്ടുന്നത്? നമ്മുടെ പണിയല്ലേ. ഇപ്പം ഒരു വീഡിയോ ഇപ്പൊ നിങ്ങൾ കാണുന്നത് ജസ്റ്റ് ഒരു 30 seconds വീഡിയോ.
ഇതിൻ്റെ ബാക്കിൽ അത് കണ്ടിട്ട് ആൾക്കാർ ചിലപ്പോൾ നെഗറ്റീവ് ഉണ്ടെങ്കിൽ കമൻ്റ് ഇടും, ഊള വീഡിയോ, ആ വീഡിയോ ഓവർ ആക്ടിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ അത് ഇടുന്ന ആൾക്ക് ചെറിയൊരു സംഭവമാണ്. പക്ഷെ നമ്മൾ ഈ ഒരു വീഡിയോക്കുള്ള കണ്ടന്റ് കണ്ടുപിടിക്കണം. ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് കണ്ടന്റ് കണ്ടുപിടിച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം, ഒരു പാർട്ട്ണർ വേണം. അത് കഴിഞ്ഞിട്ട് അത് ഷൂട്ട് ചെയ്യണം, അതിന് ക്യാമറമാൻ ഉണ്ടാവില്ല. അതൊക്കെ കഷ്ടപ്പാടാ, നിങ്ങൾ മനസ്സിലാക്കണം ഒരു കണ്ടന്റ് ക്രിയേറ്ററിൻ്റെ കഷ്ടപ്പാട്. അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സീൻ. കാരണം എഡിറ്റിങ്ങിൽ എത്രത്തോളം വീഡിയോ പെർഫെക്റ്റ് ആയിരിക്കും ആ ഒരു ഇത് അനുസരിച്ചിട്ടായിരിക്കും വീഡിയോ റീച്ച് ആവുന്നത്. സോ ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ആയിരിക്കും എൻ്റെ ഈ ഒരു 30 സെക്കൻഡ്സിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കുന്നത്. ഞാൻ ചെറിയൊരു സന്തോഷ് പണ്ഡിതാണ്. കാരണം ലിറിക്സ് ഞാൻ, കമ്പോസിങ് ഞാൻ, പാടിയത് ഞാൻ, വീഡിയോ എടുത്തത് ഞാൻ, അതിൽ അഭിനയിച്ചത് ഞാൻ, എല്ലാം ഞാൻ തന്നെ. ഓൾ ഇൻ വൺ. അതാ പറഞ്ഞത് സന്തോഷ് പണ്ഡിതാണ്. അതിൽ നല്ല കോൺഫിഡൻസ് ഇല്ലേ? ആ കോൺഫിഡൻസ് ഉണ്ട്. മരിപ്പ് ഇപ്പൊ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ സ്വന്തം ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയായിരുന്നു മെൻഷൻ ചെയ്തിരുന്നത്. അതും സോങ്ങുമായിട്ട് റിലേഷൻ ഒന്നും ഇല്ലല്ലോ? ഇല്ല, അതില് അതും ഇതായിട്ടൊരു ഇതില്ല. പക്ഷെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റെ തന്നെയാണ് കേട്ടോ. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത്, പക്ഷെ അതില് എന്താ ഡെത്ത് എപ്പോഴാന്ന് കൊടുത്തിട്ടില്ലല്ലോ. അതാണ് മരിച്ചതിന് ശേഷം എന്താ ഒരുത്തന്റെ ലൈഫിൽ ഒരു മിഡിൽ ക്ലാസ് പയ്യന്റെ ലൈഫിൽ ഉണ്ടാവുന്ന സംഭവം, കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ അനുഭവിച്ചെടുത്തതിന്റെ. അതെ, ലൈൻസ് കൊള്ളായിരുന്നു. പോക്കറ്റിൽ എന്താണ് ലൈക്ക് അതൊന്ന് പാടിത്തരാവോ? വീട്ടിലെ കലത്തില് റേഷന്റെ ചോറ്, മോന്തിക്ക് അടിക്കണ് മുന്തിരിന്റെ ചാറ്, കാലിന്റെ മൂട്ടില് നൈക്കിന്റെ മുതല്, കൈത്തില് തൂങ്ങണ് 5.5 പവന്, ചത്ത് ചത്ത് ഞാൻ മരിച്ചു മരിച്ച് എന്റെ കണ്ണീർ മൊത്തം ഇന്ന് മണ്ണിലായി ഞാൻ, ചത്ത് ചത്ത് ഞാൻ മരിച്ചു മരിച്ച് എന്റെ കണ്ണീർ മൊത്തം ഇന്ന് മണ്ണിലായി ഞാൻ. കൊള്ളാം കൊള്ളാം കൊള്ളാം. എങ്ങനെയാണ് ഇത്ര വെറൈറ്റി ആയിട്ടുള്ള ലിറിക്സ് കിട്ടുന്നത്? അത് ഇപ്പൊ എങ്ങനെയാന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയണ്ടേ, സ്വന്തമായിട്ടല്ലേ, പിന്നെ വേറെ ആയിരുന്നു. അത് മനസ്സിലായി. എവിടെ നിന്ന് കിട്ടുന്നു? പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. എന്താ നമുക്ക് നമ്മുടെ ലൈഫായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ളത്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറേ ആൾക്കാർ ഇത് ലൈഫ് സ്റ്റോറി അറിയാലോ, അതൊക്കെ കണ്ടിട്ട് ചെയ്യുന്നത്. ഞാൻ പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഇപ്പം ഇതുവരെ ചെയ്തതിൽ ഒരു 5 ട്രാക്കോ 6 ട്രാക്കിനെ ഇറക്കി. അതിൽ നിന്ന് ഒരു 3 ട്രാക്ക് ഒരു മീൻസ് എന്താ ഒരു ലവ് എന്താ ക്രിഞ്ചാണ് സാധനം. എനിക്കറിയാം അത് ക്രിഞ്ചാണെന്നുള്ളത്. പക്ഷെ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ക്രിഞ്ച് സാധനമാണ് വർക്ക് ആവുന്നത്, റീച്ച് ആവുന്നതെല്ലാം ക്രിഞ്ച് സാധനമാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ക്രിഞ്ചാണ് വേണ്ടത്. അത് കാരണം പക്ഷെ ക്രിഞ്ച് വേണം. പക്ഷെ ഒരാൾക്ക് എന്താ ക്രിഞ്ച് ഓക്കെ ആകുന്നില്ല. അത് വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ റിലേറ്റ് ചെയ്ത് പറയുന്ന. ഓക്കെ, ഇനി അടുത്ത ട്രാക്ക് ഏതാ പ്ലാൻ ചെയ്തേക്കുന്നത്? ഇത് കഴിഞ്ഞ് ഇപ്പം നെക്സ്റ്റ് വരുന്നത് മജ്നു എന്ന് പറഞ്ഞിട്ടൊരു ട്രാക്ക് വരുന്നുണ്ട്. അതും എന്താ മീൻസ് ഒരു ലവ് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കണ്ടന്റാണ് അതിൽ പിടിച്ചിട്ടുള്ളത്. അതിൽ എന്താ പക്ക ക്രിഞ്ച് അല്ല കേട്ടോ. ഒരു പെണ്ണിനെ പറ്റി പറയുന്നത് എന്താ, പെണ്ണിനെന്നല്ല, ഞാനിപ്പോൾ ഒരു ഇതിൽ പറഞ്ഞതാ, ഒരു ആണാ പെണ്ണായാലും ചീറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒരു സംഭവം പറയുന്നതാ. ചെറുതുവാണെങ്കിൽ അതിലൊരു ലൈൻസ് പാടിത്തരാം. ഞാനോൾക്ക് നേരം പോക്ക്, ഓളെനിക്ക് ജീവന്റെ ലോക്ക്, പേരിനൊരു 100 ഹാലാക്ക്, തന്നെനിക്ക് നീ മുത്തലാക്ക്, കെട്ടിച്ചമ്മഞ്ഞൊലിപ്പിച്ച നടപ്പാണേ, ഓള് പൊട്ടിക്കരഞ്ഞൊലിപ്പിച്ച മിടിപ്പാണ്, കല്ലുമ്മക്കയപ്പ ചുട്ടപ്പടപ്പാണ്, ഇജ്ജി ചുറ്റിക്കാളി ഒലിപ്പിച്ച മലക്കാണ്. അങ്ങനെ പോകുന്നൊരു ട്രാക്കാ. കൊള്ളാം കൊള്ളാം, നല്ല മീനിങ് ഉണ്ട് വരിക്കൊക്കെ. കുറെ കണ്ടന്റിലൊക്കെ ഫ്രണ്ട്സിനെ കാണാനുണ്ട്, വീഡിയോ ചെയ്യാൻ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് അവരും ഉണ്ട് കൂടെ. അവര് ഫ്രണ്ട്സ് ആണോ കസിൻസ് ആണോ എങ്ങനെയാണ്? എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നത് എൻ്റെ ഫ്രണ്ട്സാണ്. ഇപ്പം ഞാനിപ്പം കസിൻസ് ആയിട്ടേ ചെയ്യുന്നുള്ളൂ. മീൻസ് എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ വൈഫും ഉണ്ട്, അവരായിട്ടാണ്. അത് നമ്മളെ കോംബോ എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടമാണ്. പക്ഷെ കാസർഗോഡ് സ്ലാങ് ആണ്. അപ്പം മേ ബി നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവരും കണ്ടന്റ് ഒക്കെ പ്ലാൻ ചെയ്യുമോ? ആ കണ്ടന്റ് ഒക്കെ അവർ പ്ലാൻ ചെയ്യും. മീൻസ് എൻ്റെ കണ്ടന്റ് ഞാൻ മാത്രമാണ് പ്ലാൻ ചെയ്യുന്നത്, അവരുടെ കണ്ടന്റ് അവർ പ്ലാൻ ചെയ്യും. 3 ആളുടെ അക്കൗണ്ടിലും ഇങ്ങനെ വീഡിയോ ഇടാറുണ്ട്. ഇപ്പൊ ഈ കണ്ടന്റ് ക്രിയേഷൻ ഉണ്ട്, ഇൻഫ്ലുവൻസിങ് പരിപാടി ഉണ്ട്, റാപ്പിംഗ്, ഇതിലൊക്കെ നോക്കുകയാണെന്നുവെച്ചെങ്കിൽ ഏതാണ് കൂടുതൽ ഇഷ്ടം? സംജുനെ ഇപ്പം പേഴ്സണൽ ആയിട്ട് എന്തിനോടാ ഇഷ്ടം? പക്ഷെ റാപ്പ് എന്ന് പറയല്ലേ, റാപ്പ് അല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ റാപ്പ് അല്ല ഞാൻ ചെയ്യുന്നുള്ളത്. മീൻസ് എന്താ ഒരു ഹിപ്പ് ഹോപ്പ് ടൈപ്പ് സാധന ചെയ്യുന്നുള്ളത്. റാപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ എന്തെങ്കിലും പറയും എന്താ റാപ്പ് എന്നുള്ളത്. പക്ഷെ റാപ്പ് അല്ല ഇത്, കുറച്ച് മെലഡിയും കാര്യങ്ങളൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു വൈബ് സാധനം, അത്രേ ഉള്ളൂ. അതിലേതാ ഇഷ്ടം കൂടുതൽ ചെയ്യാനായിട്ട്? ഇപ്പൊ എനിക്ക് ഇതാ പാട്ടും പരിപാടിയായിട്ട് പോകാനാ. മീൻസ് പക്ഷെ കണ്ടന്റ് ചെയ്യുന്ന ഇഷ്ടമല്ല എന്നല്ല കേട്ടോ. കാരണം എനിക്ക് ഏറ്റവും എൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എന്താ ഏറ്റവും റീച്ച് കിട്ടുന്നത് എൻ്റെ കണ്ടന്റ്സിനാണ്. പെട്ടെന്ന് ഇതിലേക്ക് മാറുമ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ ആ ഒരു സംഭവം ഉണ്ടാവും, എന്താ റീച്ച് കിട്ടൂല പാട്ട് പാടിയാലോ, മീൻസ് അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടാൽ. പക്ഷെ കണ്ടന്റ് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് റീച്ച് കയറും. എന്നാൽ എനിക്ക് ഇപ്പം ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളത്
പാട്ടും പരിപാടിയായിട്ട് മുന്നോട്ട്. ഫാൻസ് കൂടുതലും ചെയ്യണം എന്ന് പറയുന്നത് ഏതാ? മെസ്സേജ് ഒക്കെ വരാറില്ലേ? സത്യമായിട്ടും പറയാം, കണ്ടന്റ് ക്രിയേഷൻ എന്നല്ല ഫാൻസ് ഉള്ളത് സത്യം പറഞ്ഞാൽ. അല്ല, പാട്ടിനാണ്. കാരണം എനിക്ക് എൻ്റെ മെസ്സേജും റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്താ ഞാൻ ഇത്ര വർഷം ചെയ്ത കണ്ടന്റ് ക്രിയേഷന് ഓൾമോസ്റ്റ് അറിയാം. ഇപ്പം എവിടെ നിന്ന് വരുന്നുണ്ടെങ്കിലും ഇപ്പം ആൾക്കാർ എന്താ ഫോട്ടോ എടുക്കും, അങ്ങനെ സംതിങ് കാര്യങ്ങളൊക്കെ. സിനിമ ആക്ടിങ്ങിനോട് ഒരു പാഷൻ ഉണ്ടെന്ന് എവിടെയോ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും ഒരു സിനിമ മോഹിയാണോ? സിനിമ മോഹി ആയിരുന്നു ഞാനും എൻ്റെ ടീമും. പക്ഷേ ഞാൻ അതെപ്പോഴാണെന്നറിയോ, 10th +1 +2 ആ ഒരു സമയത്തായിരുന്നു എന്താ എങ്ങനെയെങ്കിലും ഫിലിമിൽ കയറണം, അഭിനയിക്കണം, ആ ഒരു ഇതായിരുന്നു. എന്നിട്ട് എല്ലാവരും വരുന്ന പോലെ അതാണ് പറഞ്ഞത്, കൊച്ചിയിലാണ് എല്ലാം തുടക്കം. കൊച്ചിയിലോട്ട് വണ്ടി കയറി ഇടയ്ക്കിടയ്ക്ക് വരും, ഓഡീഷനും കാര്യങ്ങളൊക്കെ നോക്കും. അറ്റൻഡ് ചെയ്തായിരുന്നോ? അതാണ് ഞാൻ പറയാൻ വന്നത്. അതിലൊരു ഞാൻ ഇത് വേണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് നല്ലൊരു ചാൻസ് കിട്ടിയാൽ എന്തായാലും പോകും, അത് വേറെ കാര്യം. പക്ഷെ ഓഡീഷന് പോകുന്നത് ഞാൻ എന്താ സ്റ്റോപ്പ് ചെയ്തപ്പോഴെന്ന് വെച്ചാൽ +2 എക്സാമിൻ്റെ സമയം, ഫൈനൽ എക്സാമിൻ്റെ സമയം. അപ്പം ലാസ്റ്റ് എക്സാമിന് ഒരു ദിവസം മുമ്പാണ് എന്താ എനിക്ക് കാസ്റ്റിംഗ് കോൾ വന്നത്. അങ്ങനെ ഞങ്ങൾ പോയി ഓഡീഷന്. പോയിട്ട് ഓക്കെ, ഒരു തമിഴ് മൂവിയാണ്, തൃശ്ശൂരാണ് അതിൻ്റെ ഓഡീഷൻ നടക്കുന്നുണ്ടായത്. ഞാനും പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സും കൂടി പോയിട്ട് അതിന്ന് ഒരാൾക്ക് കിട്ടിയില്ല ചാൻസ്, എനിക്കും വേറൊരുത്തനും കിട്ടി. അങ്ങനെ ഞങ്ങളവിടെ എന്താ കിട്ടി മീൻസ് എന്താ മെയിൻ നടൻ്റെ അനിയനായിട്ടാണ് ഞാൻ. ഓക്കെ, അപ്പം നമുക്ക് നല്ലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ, കൊള്ളാം, നമ്മൾ ഡ്രീം സക്സസ് ആവാൻ പോകണമെന്നുള്ളത്. അങ്ങനെ പോയതാണ്. പക്ഷെ അങ്ങനെ നമുക്ക് എന്തെല്ലാം സെറ്റായിരുന്നു. ഒരു ഫേക്ക് ആയിട്ടുള്ള സംഭവം ഒന്നുമല്ല. എന്താ ക്രൂവും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. കുറെ പേര് ഓഡീഷന് പങ്കെടുക്കുന്നു. കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ 20 ആൾക്കാരെയാണ് സെലക്ട് ചെയ്തത് ടോട്ടലായിട്ട്. അങ്ങനെ നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നു. ഞങ്ങളവിടെ സ്റ്റേ ചെയ്തു, ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളിത് വായിച്ചു തന്നു, ഇങ്ങനെയാണ് സംഭവം, ഈ ഒരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഷൂട്ടിന് സമയത്ത് പോകുമ്പം അവരുടെ മീൻസ് നമുക്കിവിടെയും ക്രൂവിൻ്റെ ബാക്കിയുള്ള ആൾക്കാരുടെ റൂമും കുറച്ച് അപ്പുറത്താണ്. അങ്ങോട്ട് പോയിക്കുമ്പം ഭയങ്കര സീനാവുന്നുണ്ട് അവിടെ. ഒരു മീൻസ് അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു, മീൻസ് ആക്ട്രസ്സാ, അഭിനയിക്കുക. അവൾക്കൊരു ചാൻസ് കിട്ടിയതാ. അന്ന് രാവിലെയാണ് ഈ ഇതിൻ്റെ ഡയറക്ടറോ അല്ല ആരോ ഒരാൾ ഇതിനോട് സംതിങ് എന്തൊക്കെയോ ചോദിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ആ ലേഡിയുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തു. അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അഡ്ജസ്റ്റ് ചെയ്താലും മാത്രമാണ് ഇങ്ങനെ ചാൻസ് കിട്ടുന്നത്. പക്ഷെ അതിൻ്റെ അമ്മ ഭയങ്കര സീൻ ഉണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പം അതുകൊണ്ട് അന്നത്തെ ഷൂട്ട് മുടങ്ങുന്ന ആ ഒരു ഇതിലേക്ക് എത്തി. ഡയറക്ടറാണോ ചോദിച്ചത്? ഡയറക്ടറാണ് ചോദിച്ചത്. ഡയറക്ടറിന്റെ കൂടെ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് കാസ്റ്റിംഗ് ഡയറക്ടർ വന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംഭവം നടന്നു. എന്നിട്ട് എല്ലാം സെറ്റാണ്, സെറ്റും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്, ബാക്കി എല്ലാം കാര്യം. അപ്പം ഇപ്പം ഇവർ നോക്കുന്ന എന്താ അറിയോ, ആക്ട്രസ് പോയില്ല, പെട്ടെന്ന് ഒരു ആക്ട്രസ് വേണം, അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പം ഈ നമുക്കാണെങ്കിൽ ഈ ടിക്ടോക്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ടും നല്ല കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ ആ സമയത്ത് എൻ്റെ ഫോട്ടോത്തിൽ എനിക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എന്നോട് കാസ്റ്റിംഗ് ഡയറക്ടർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ ഇങ്ങനെ സംഭവം ചെയ്യുന്നുള്ളതല്ല, ഒരു ആക്ട്രസിനെ വേണം, മീൻസ് ഒരു ലേഡി ക്യാരക്ടർ വേണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റിന് നിൽക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ ഞാൻ എന്താക്കി, ഓക്കെ, അതിൽ എനിക്ക് സന്തോഷമായി. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഫ്രണ്ടിനെ വിളിച്ചു. ഹലോ നീ എവിടാ? കണ്ണൂരുള്ളതാ എൻ്റെ. പക്ഷെ അവളിപ്പം ഈ വീഡിയോ കണ്ട അവൾക്ക് മനസ്സിലാവും. എവിടാ? നാട്ടില്. ഓക്കെ, ഇത് ഇങ്ങനെ സംഭവം, ഒരു പടം വന്നിട്ടുണ്ട്, അപ്പം ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. അവളാണെങ്കിൽ, ഞാൻ ചെറുതാണ്, അവൾ കുറച്ച് വലുതാണ്. ഇതെന്നാ അവളൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. ഞാനിത് അറിഞ്ഞിട്ട് ചോദിക്കുന്നതാണ് വിചാരിച്ച. അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു, നീ എന്തെന്നാ ചോദിക്കുന്നത് ചോദിച്ചു. എന്നോട് അങ്ങനെ പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇവളോടും പറയണമെന്ന് പറഞ്ഞായിരുന്നു എന്നോട് ഈ കാസ്റ്റിംഗ് ഡയറക്ടർ. അപ്പം എനിക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. നീ അവരോട് പോയിട്ട് ചോദിക്കുക അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഞാൻ പോയി പിന്നെ അപ്പോൾ ഞാൻ നൈസായിട്ട് ഓക്കെ ഞാൻ ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു. പോയി ഒരു കാസ്റ്റിംഗ് ഡയറക്ടറോട് ചോദിച്ചു. അവിടെ പോയി ചോദിക്കുകയും ചെയ്തു. ചോദിച്ചു അഡ്ജസ്റ്റ്മെന്റ് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ സംഭവം. അതെനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് ഭയങ്കര ഫീലായി. കാരണം നല്ലൊരു ഫ്രണ്ടായിരുന്നു അവള്. ഇല്ല പോയിട്ടില്ല, അത് പോയിട്ടില്ല. കാരണം അവൾക്ക് എന്നെ അറിയണതുകൊണ്ട് പോയിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര നെഗറ്റീവ് അടിച്ച് ഇങ്ങനെ സംഭവം എന്നുള്ളത്. പിന്നെ അതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് പോയി. പിന്നെ കുറച്ച് മീൻസ് ബാധ്യതകളൊന്നുമല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്
ഫിലിം എന്നുള്ളൊരു സംഭവം കുറച്ച് ബാക്ക് അടിച്ചു. പിന്നെ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ഇവിടെ കൊച്ചിയിൽ വന്നിട്ട് കൊച്ചിയിൽ തന്നെയായിരുന്നു. കൊച്ചിയിൽ നമുക്ക് ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ക്യാമറ ക്രൂ ഉണ്ടായിരുന്നു, എല്ലാം സെറ്റായിരുന്നു, നല്ല രീതിക്ക് പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ അസിസ്റ്റന്റ് ഡയറക്ടറോട് എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ലേ? പിന്നെ രണ്ടാമത് വിളിച്ചപ്പം ഇവർ ഇങ്ങനെ പറഞ്ഞില്ലേ, അന്ന് ഞങ്ങൾ അന്ന് തന്നെ ബാഗ് എടുത്തിട്ട് അവിടെ നിന്ന് പോയി. അത് നടക്കൂലെന്ന് പറഞ്ഞു. ഒരു തമിഴ് പടം നടന്നിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറേ ആൾക്കാർ ഇങ്ങനെ ചർച്ച ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മെയിൻ ചെയ്തില്ല. ആ നെഗറ്റീവ് അടിച്ചതോടെ ആ ഒരു അത് പോയി, അത്രേ ഉള്ളൂ. വേറെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ചാൻസ് കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. അതിന് പാടാനായാലും എന്താ അഭിനയിക്കാനായാലും. മലയാളത്തിൽ ഫേവറേറ്റ് ആക്ടർ ആരൊക്കെ? ഓൾവേസ് മമ്മൂക്ക. മമ്മൂക്ക. ഓക്കെ, അപ്പൊ മമ്മൂക്കയുടെ കൂടെ ഒരു ചാൻസ് ആണോ നോക്കണേ? ആലോചിക്കാൻ പോലും പറ്റാത്ത സംഭവം പറയല്ലേ. നടന്ന സെറ്റ് അല്ലേ? നടന്ന സെറ്റാ. അതെ അതെ. ലവ്ലി സോങ് ഉണ്ടായിരുന്നു, അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അതിന്റെ ഒരു സ്റ്റോറി എങ്ങനെയാ? അതാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ സാധനം. അതെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ പാർട്ട്ണറായിട്ടുള്ള മീൻസ് ഇതിൽ ബലൂച്ചി, അവന് ഞാനും വീട്ടിലിങ്ങനെ ഇരുന്നിട്ടുണ്ട്. വീട്ടിലാരില്ലെന്ന്. അങ്ങനെ അവന് എന്തോ ഒരു വേറൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾ കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. ഞാനൊന്ന് പുറത്ത് പോയിട്ട് വന്നു. അപ്പോൾ ഓനൊരു ബീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അതിൻ്റെ പാട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങില്ലേ, ആ ഒരു സാധനമില്ലേ, അവൻ ബീറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഒന്നുമില്ല, ഓനിങ്ങനെ ആലോചിക്കുന്നുള്ളത് ഒരു എങ്ങനെ ചെയ്യാന്നുള്ളൊരു പ്ലാനിൽ. പക്ഷെ ഞാനെന്താ ഈ ഡോർ തുറന്നിട്ട് വരുമ്പോൾ ആ ഒരു സംഭവത്തോടെ ഒരു എന്താ അതിൻ്റെ ഹുക്ക് കിട്ടി. അത് പിടിച്ചുണ്ടാക്കിയ ഒരു സോങ്ങാണ് ലവ്ലി. ലിറിക്സ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ക്രിഞ്ച് ടൈപ്പാണ് ഞങ്ങൾ പിടിച്ചത്, മീൻസ് ലവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അതില ലിറിക്സ് നല്ല രസമുണ്ട്. പാടാവോ 2 ലൈൻസ്? മാലാക അത് പാടണം. അത് കൊള്ളാം. മാലാകവായുന്ന ലോകത്തിലെ ചേലായി മാറുന്നു എൻ കൽബില്, രാഹത്ത് കൊണ്ടാടി ഉള്ളാകില്, പിന്നങ്ങോട്ട് പായുന്നു നരകത്തില്. കൊള്ളാം കൊള്ളാം കൊള്ളാം. അങ്ങനെ ഇരുന്ന് സെറ്റായ ഒരു വർക്കാണ് അത്. പക്ഷെ അതാണ് ഏറ്റവും കൂടുതൽ റീച്ച് ആയത്. ഇപ്പൊ ആൾക്കാർക്ക് ആ പാട്ട് കുറെ ആൾക്കാർ ഭയങ്കര അഭിപ്രായമാണ്. ഇപ്പോഴും നല്ല റീച്ചിൽ പോകുന്നുണ്ട് സാധനം. ഇനി അതേ മൂഡ് പിടിച്ചിട്ട് വേറെ ഏതെങ്കിലും പ്ലാനുകളുണ്ടോ? അതേ മൂഡ് പിടിച്ചിട്ട് വേറെ പ്ലാനിങ് ഇല്ല. ഇനി ബാങ്കറും കുറച്ച് അങ്ങനത്തെ ടൈപ്പ് സാധനം ചെയ്യുന്നുണ്ട് ഞാൻ, ബലൂച്ചി, പിന്നെ ഞങ്ങളുടെ ടീമിലുള്ള ഹലാലി, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പം അവരായിട്ടൊക്കെ കുറെ ട്രാക്സ് വരുന്നുണ്ട്. ബലൂച്ചിനായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ്? ഓക്കെ, ബലൂച്ചി ആയിട്ടുള്ള കണക്ഷന് ഞാൻ എൻ്റെ വീടും അവൻ്റെ വീടും കുറച്ച് അടുത്തടുത്താ. അപ്പം നമ്മൾ മുമ്പൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ആയത് ഇങ്ങനെ, ഇവന് ഗൾഫിലുണ്ട്. എന്താ വെച്ചാൽ ഒന്നുമില്ല, സത്യം പറഞ്ഞ പ്രാരാബ്ദം. ഈ ബലൂച്ചി എന്ന് പറഞ്ഞത് ഞാൻ ഫസ്റ്റ് ബലൂച്ചിനെ പറ്റി പറയാം. ബലൂച്ചിൻ്റെ എന്ന് പറഞ്ഞില്ലേ, അവൻ മരിച്ചാലില്ല, അവൻ്റെ ഫോൺ എടുത്ത് നോക്കിയാൽ പെട്ടെന്ന് മരിക്കുന്നു വിചാരിക്കാം. അവൻ്റെ ഫോൺ എടുത്ത് നോക്കിയാൽ സത്യം പറഞ്ഞാൽ ആ ഫോൺ കിട്ടിയവന് രക്ഷപ്പെടും. കാരണം 100-150 പാട്ടിൻ്റെ മുകളിൽ ഓൾറെഡി അവൻ കമ്പോസ് ചെയ്ത് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആകെപ്പാട് ഇറങ്ങിയിട്ടുള്ളത് ഒരു 6 വർക്കാണ്. സത്യം, ഇത് വെറുതെ ഒരു കണക്ക് പറയുന്നതല്ല. 150-ന് മുകളിൽ ഒരു പാട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അവൻ. അത്രക്കും ഇതിനോട് ഭയങ്കര ക്രേസ് ഉള്ള ഒരുത്തനാണ്. ഇപ്പോൾ ഒന്നല്ല, പണ്ടേ എന്നെ കോൺടാക്ട് ചെയ്യുന്നതിന്, നമ്മൾ കോൺടാക്ട് ആകുന്നതിന് മുമ്പേ അവന് ഭയങ്കര ഇതിലൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരുത്തനാണ്. അങ്ങനെ ഞാനിപ്പോൾ ഒരു ഫസ്റ്റ് വർക്ക് ചെയ്തു. കിബർ എന്ന് പറഞ്ഞിട്ടൊരു ട്രാക്ക് ചെയ്തായിരുന്നു. അത് ആ ഒരു സമയത്ത് എനിക്കിങ്ങനെ തോന്നി, ഒറ്റയ്ക്ക് തന്നെ പോകുന്നത് ഒരു ഓക്കെ ആവണില്ല, ഒരാളും കൂടി കൂട്ടാന്നുള്ളൊരു ഇത്. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് കാസർഗോഡ് എൻ്റെ അടുത്തായിട്ട് എനിക്ക് കിട്ടുന്നത് ബലൂച്ച. അപ്പോൾ ഇവൻ്റെ ട്രാക്കിനെ കേട്ട് ഇവനൊരു ട്രാക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നു. അങ്ങനെ അവൻ പറഞ്ഞു ഞാൻ നാട്ടിലില്ല, അപ്പം ദുബൈയിലാണുള്ളത്. അപ്പം അവൻ പറഞ്ഞ് ഞാൻ ദുബൈയിലാണുള്ളത്, കുറച്ച് ഇങ്ങനെ സംതിങ് അങ്ങനെ പ്രാരാബ്ദം അങ്ങനെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ പ്രാരാബ്ദം മീൻസ് എന്താ, ഈ ലോണും കാര്യങ്ങളൊക്കെ അടിക്കണ്ടേ ഇപ്പം എനിക്കായാലും. അങ്ങനെ കുറച്ച് ഇതിൽ പോണ്. അപ്പം ഞാൻ പറഞ്ഞ് ഓക്കെ, നീ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വാ, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഞാൻ സെറ്റ് ചെയ്യാം, നമുക്ക് മേ ബി ക്ലിക്കാവും, സെറ്റാവും എന്നുള്ളത്. അങ്ങനെ എന്നെ വിശ്വസിച്ചിട്ട് അവൻ വന്നതാണ്. സത്യം പറഞ്ഞാൽ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഓരോ ട്രാക്കിൻ്റെയും പരിപാടി സ്റ്റാർട്ട് ചെയ്തു. പതുക്കെ കയറി ഒരു 5 വർക്കൊക്കെ നമ്മൾ ചെയ്തു. അങ്ങനെ പോണു. പിന്നെ സ്റ്റേജ് പ്രോഗ്രാംസ് ഞങ്ങൾ എടുക്കാൻ തുടങ്ങി. ഞങ്ങൾ ആദ്യം എടുത്തോണ്ടുണ്ടായിരുന്നില്ല, ഇപ്പം എടുക്കാൻ തുടങ്ങി. 3 മന്തിൽ നമ്മൾ ചെയ്തത് 12 ഡിസ്ട്രിക്റ്റിലാണ് പ്രോഗ്രാം. ഇനിയിപ്പോൾ രണ്ട് ഡിസ്ട്രിക്റ്റ് മാത്രമേ ബാക്കിയുള്ളൂ എനിക്ക്. ആ ഒരു ടീം എങ്ങനെയുണ്ട് പ്രോഗ്രാം ചെയ്യാൻ കൂടെയുള്ള? പൊളിയാണ് സത്യം പറഞ്ഞാൽ. ഇത് ഞങ്ങളൊക്കെ ഈ എൻ്റെ ഒന്നിച്ചിലെ ടീമിലുള്ള ഹലാലി, പിന്നെന്താ വേറെ ആരാ, DJ, അവരൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെ ഫ്രണ്ട്സാ. മീൻസ് നമ്മളെ ഒരേ നാട്ടുകാരാ.
അപ്പം പണ്ടേ ഉള്ളൊരു കണക്ഷൻ ഉണ്ട്. ആ ഒരു കണക്ഷൻ നമുക്ക് നമ്മളെ സ്റ്റേജിൽ എന്താ പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇനി ബാലുജിനായിട്ടുള്ള അടുത്ത കൊളാബ് കാര്യങ്ങളൊക്കെ എന്താ? കൊളാബ് കാര്യങ്ങൾ ഒരു സാധനം, ഒരു ബാങ്കർ ഞാൻ പറഞ്ഞില്ല, ഒരു ബാങ്കർ വരുന്നുണ്ട്. ഞാൻ ഹലാലി ബലൂച്ചിയായിട്ട്, പിന്നെ ഞാനും ബലൂച്ചിയായിട്ട് വേറൊരു ട്രാക്ക്, ബലൂച്ചി ഞാനായിട്ട് 2-3 ട്രാക്ക് വരാനുണ്ട്. അപ്പൊ അതൊക്കെയാണ് കാര്യം. ഒരു മറ്റേ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിൽ പറയുന്നുണ്ടായിരുന്നു വർക്ക് എന്താന്ന് ചോദിച്ചപ്പോൾ ഐ എം എ പ്രൊഫഷണൽ യൂട്യൂബർ എന്ന്. അതെന്താ അങ്ങനെ എടുത്തു പറയാൻ കാരണം? കാരണം അതില്ലേ, ഇപ്പൊ ഓക്കെ, ഇപ്പൊ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ വെറുതെ വീഡിയോ ചെയ്യുന്ന നടക്കുന്ന ആൾക്കാരല്ല, അതിന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും, അതെന്താ അതിൽ ഫ്യൂച്ചർ ഉണ്ട് എന്നൊക്കെ. പക്ഷെ അതെനിക്ക് സത്യം പറഞ്ഞാൽ കുറെ ആൾക്കാർക്ക് ആ ഒരു സമയത്ത് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത് എന്താ ഐ എം എ പ്രൊഫഷണൽ യൂട്യൂബർ. കാരണം ഞാനത് ആ വീഡിയോ ചെയ്യുന്നത് എൻ്റെ കുറച്ച് അച്ചീവ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടതിന് ശേഷമാണ്. അപ്പം കുറച്ച് ആൾക്കാർക്ക് ഇപ്പം ചെറിയ കുഞ്ഞോളക്കൊക്കെ എന്താ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പഠിക്ക് എഞ്ചിനീയർ, ഡോക്ടർ, പിന്നെന്താ അങ്ങനത്തെ കുറച്ച് ഇതിലേക്ക് തന്നെ എല്ലാവരും പുഷ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. അതിലേക്ക് പോയിട്ട് വെറുതെ പണിയെടുത്ത് കുറേ കഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ ജീവിച്ച് പോകണ്ടേ, ലൈഫ് ഒരു വൈബ് ഉണ്ടാവില്ല. പക്ഷെ യൂട്യൂബർ ആകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഇതില്ല, എന്ത് വേണമെങ്കിൽ ചെയ്യാം, ഞാനാണ് ബോസ്, എൻ്റെ മൈൻഡിൽ എന്തോ വരുന്നത് അത് ചെയ്യണ്ട, എവിടെ പോകണോ പോയാൽ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിക്കാം, നമുക്ക് നോർമൽ ഒരുത്തൻ എങ്ങനെ വിചാരിക്കാം, പൈസ ഇല്ലല്ലോ പിന്നെ എങ്ങനെ പോകുന്നുള്ളത്. പക്ഷേ യൂട്യൂബർമാർക്ക് അങ്ങനെ ഒന്നുമില്ല. കുറച്ച് അത്യാവശ്യം റീച്ചുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു കൊളാബ് കിട്ടും, ഏതെങ്കിലും ട്രാവൽസ് മീൻസ് പാക്കേജിൻ്റെ അവരോട് ചോദിച്ചാൽ കിട്ടും, അവിടെ പോവാം. എല്ലാത്തിനും കൊളാബും കാര്യങ്ങളും ലൈഫ് വൈബായിരിക്കും സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഇപ്പം ഇത് ഏത് ക്യാമറയാണ് എടുക്കുന്നുള്ള അതിനോട് ഞാൻ പറയുന്നത്, ഏതായാലും നിങ്ങളെ മക്കളെല്ലാവരും എന്താ മാക്സിമം യൂട്യൂബിനോട് സപ്പോർട്ട് എന്താ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ. ഓക്കെ, എല്ലാവരും ഇനി യൂട്യൂബേഴ്സ് ആക്കണമെന്ന് കാര്യം. ഇത് കുഞ്ഞുനാളിലെ അതല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഉറപ്പായിരുന്നോ ഇതാണ് എന്റെ വഴി എന്നുള്ളത്? അത് ഉറപ്പായിരുന്നു. അതെന്താ അങ്ങനെ തോന്നാൻ കാര്യം? കാരണം എനിക്ക് എന്താ ഞാൻ +2 ഫെയിലാണ്. ഓക്കെ, അഥവാ പറഞ്ഞ ഞാൻ ആ പടത്തിന്റെ ഇന്റർവ്യൂക്ക് പോകുമ്പോ ആ ലാസ്റ്റ് എക്സാം ഒഴിവാക്കിട്ടാ ഞാൻ പോയെ, അതിലാ ഞാൻ ഫെയിലായ. എന്നിട്ട് സിനിമയും പോയി എക്സാമും പോയി. പക്ഷെ എനിക്ക് അതിൽ റിഗ്രറ്റ് ഇല്ല കേട്ടോ. ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും പഠിച്ച അവിടെ ഇരുന്ന് കുത്തിയിരിക്കട്ടിരുന്നു. പക്ഷെ ആ സമയത്ത് ഇങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ട് ലൈഫ് അത്യാവശ്യം സേഫായി. അപ്പൊ +2 പഠിക്കുമ്പോഴേ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ? യൂട്യൂബ് ഉണ്ടായിരുന്നില്ല, ടിക്ടോക്ക് ആയിരുന്നു. എപ്പോഴാണ് യൂട്യൂബ് വഴി ഓക്കെ ഏണിങ്സ് കിട്ടും എന്നുള്ളൊരു? +2 കഴിഞ്ഞ് ആ ഒരു ലോക്ക്ഡൌണിന്റെ സമയത്താണ് ഫസ്റ്റ് യൂട്യൂബ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ വീഡിയോ ഇടാൻ തുടങ്ങുന്നു, മോണിറ്റൈസ് ആവുന്നു, പേയ്മെന്റ് കിട്ടാൻ തുടങ്ങുന്നു, കൊളാബ് കിട്ടുന്നു. അങ്ങനെ അപ്പം നമുക്കൊരു ഉണ്ടാവുമല്ലോ എന്താ ഓക്കെ, നോർമലി ഒരുത്തന്നെ ഒരു പണിക്ക് പോകുമ്പോൾ ഇത്ര സാലറി കിട്ടുന്നുണ്ട്, ഇല്ലെങ്കിൽ ഗൾഫിൽ പോകുമ്പോൾ ഇത്ര കിട്ടുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് എനിക്ക് എത്രയോ ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ നോർമലായിട്ട് നമ്മളെന്താ ഒരു അങ്ങനെയല്ലേ തിങ്ക് ചെയ്യൂ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അപ്ലൈ തോന്നിയതാ എന്താ യൂട്യൂബാണ് ബെറ്റർ, ഇതിൽ തന്നെ പോവാന്നുള്ളത്. വീട്ടുകാരൊക്കെ സപ്പോർട്ടായിരുന്നു ആ ഒരു ടൈമില്? അതാണ്, ആദ്യം സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല, നല്ല ചീത്തായിട്ടാ. പക്ഷെ ഉമ്മ സപ്പോർട്ടാട്ടോ. മീൻസ് വാപ്പ സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ, വാപ്പക്ക് ഒരു ടെൻഷനാ എന്തേലും എന്താ ഇതിൽ പോയിട്ട് എന്താ ഫ്യൂച്ചർ വെറുതെ കൊണ്ട് കളിയോ അങ്ങനത്തെ ടെൻഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ എങ്ങനെ ഇവരുടെ സപ്പോർട്ട് കിട്ടാൻ തുടങ്ങിയത് എപ്പോഴേ? ഇതിന്റെ ഏണിങ്സ് കിട്ടാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് മനസ്സിലായി എന്താ ഓക്കെ ഇവൻ ഇതാണ് ചെയ്യുന്നുള്ളത്, ഇന്ന് അവർക്ക് ഇങ്ങനെ സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് പ്രൂവ് ആക്കി കൊടുത്തു ഞാൻ. നാട്ടുകാർ എപ്പോഴും ഉണ്ടാവൂലോ കുറെ നെഗറ്റീവ് പറയുന്ന നാട്ടുകാര് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അങ്ങനെ വല്ല നെഗറ്റീവും പറഞ്ഞിരുന്ന തുടക്കത്തില്? എന്റെ പൊന്നെ, നെഗറ്റീവ് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ എന്താ അറിയത്തില്ല, ആ സമയത്ത് ആ നെഗറ്റീവ് ഒന്നും ഞാൻ മെയിൻറ്റെയിൻ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തോണ്ട് പോയി. ചിലവര് പറയുന്ന കേട്ടാ നമ്മൾ മെന്റലി ഡൗൺ ആയി പോകില്ലേ. പക്ഷെ ഈ നേരിട്ട് കാണുന്ന ആൾക്കാരാണ് എന്താ നമ്മുടെ ഇതാക്കി എന്താ മീൻസ് ഇങ്ങനെ പറയത്തുള്ളൂ. പക്ഷെ ഈ വീഡിയോസ് ഒക്കെ കാണുന്ന ആൾക്കാർ കൊള്ളാം, പൊളിയാണ്, അതാണ് ഇതാണ്, ലൈക്കാണ്, റീച്ച് ഇങ്ങനെ കയറിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് എന്താ അതല്ലേ വേണ്ടത്. ഈ ആൾക്കാർ പറയുന്ന കേട്ടുന്ന അവിടെ നിൽക്കത്തേ ഉള്ളൂ, വേറെ നാമാൻ പോകുന്നില്ല. ഒരു വീട് വെച്ച കഥയുണ്ടായിരുന്നു, ഡ്രീം ഒരെണ്ണം സക്സസ് ആയ പോലെ ആയിരുന്നു ആ വീഡിയോ പുറത്തോട്ട് വിട്ടിട്ടുണ്ടായിരുന്നേ. ആ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അതൊക്കെയല്ലേ ഏറ്റവും നല്ല മൊമെന്റ് ലൈഫിലത്തെ. അത് കുറെ പേർക്കുള്ള മറുപടി ആയിരുന്നു. മീൻസ് അങ്ങനെ എന്താ ഒരാൾ ഇതാക്കിയിട്ട് പറയുന്നല്ലേ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് എന്താ കഷ്ടപ്പെട്ടിട്ടുണ്ട്, വേറൊന്നുമില്ല. ഈ വീടുണ്ടായിരുന്നില്ല, നമുക്കൊരു എല്ലാവർക്കും ഫ്രണ്ട്സൊക്കെ വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ നമുക്കൊരു കാണുമ്പോൾ ഒരു ആഗ്രഹം ഉണ്ടാവില്ല നമുക്കൊരു വണ്ടി വേണമെന്നുള്ളത്.
അതൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തു എല്ലാം. ഇത് ഇതൊക്കെ എന്താ യൂട്യൂബിൽ നിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതാ. യൂട്യൂബിൽ നിന്നായാലും പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കൊളാബും പ്രൊമോഷനൊക്കെ കിട്ടുമ്പോൾ അത്യാവശ്യം പേയ്മെന്റ് ഞാൻ വാങ്ങാറുണ്ട്. അതൊക്കെ വാങ്ങിച്ചിട്ട് സെറ്റായിട്ട് പോയി. അങ്ങനെ വീടുണ്ടാക്കി, കാർ എടുക്കുന്ന വീഡിയോയില് അനിയനെ കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അനിയൻ പുറത്തായിരുന്നു ആ ടൈമില്. അനിയൻ ഗൾഫിലായിരുന്നു. അവനും അതുപോലെ തന്നെ 18 വയസ്സിൽ ഗൾഫിൽ പോയതാ. പക്ഷെ അവനക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് തന്നെ പോയതാ കേട്ടോ. അവനക്ക് ഈ വീഡിയോസ് ഒന്നും ഇൻട്രസ്റ്റ് അല്ല. പൈസ ഉണ്ടാക്കണം എന്നുള്ള മൈൻഡിൽ 18 വയസ്സ് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവൻ പോയതാ. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോയി. എന്നിട്ട് 2 ഇയർ കഴിഞ്ഞിട്ട് വരുന്ന. പക്ഷെ ആ പോണതിന് മുമ്പ് എന്താ ഞാനും ഓനിങ്ങനെ ഇരുന്ന് സംസാരിച്ചായിരുന്നു. എന്താ വീട്ടില് എന്താ ഇൻഷാ അല്ലാഹ് നീ പോയിട്ട് വരുമ്പോൾ നമുക്കൊരു വീടുണ്ടാവണം, നീ വരുന്നത് വീട് ഇതാക്കാനായിരിക്കണം. ആ ഒരു സമയത്ത് അങ്ങനെ പറഞ്ഞായിരുന്നു. പക്ഷെ അവൻ പോയിട്ട് വരുന്ന സമയത്ത് നമുക്ക് വീടുണ്ടായി, കാറൊക്കെ ഉണ്ടായി, അതുപോലെ തന്നെ നടന്നു. എന്നിട്ട് പക്ഷെ അത് നല്ലൊരു സീനാ. ഈ അനിയൻ വരുന്നതില്ലേ വീട്ടിൽ അറിയായിരുന്നു. ഇപ്പം 25-ാം തീയതിയാണ് കാർ എടുത്തത്. പക്ഷെ അവനെന്ന് പറഞ്ഞാൽ വണ്ടി പ്രാന്താ. എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ എനിക്ക് അവൻ മെസ്സേജ് അയക്കുന്നതെല്ലാം എന്താ അറിയോ, ഈ വണ്ടി എങ്ങനെയുണ്ട്, ആ വണ്ടി എങ്ങനെയുണ്ട്, ഇതെടുത്താലോ, എൻ്റെ മാഗോക്കെ കൊള്ളാം, അങ്ങനെ അങ്ങനെ ആ ഒരു ടൈപ്പ് അവൻ. അങ്ങനെ അത് വീട്ടുകാർക്കും അറിയാം അവനക്ക് വണ്ടി ഭ്രാന്ത് എന്നുള്ള. അവൻ പറഞ്ഞിട്ടാണ് കാർ എടുക്കുന്നത് ആ ഒരു സമയത്ത്. അല്ലെങ്കിൽ ആ സമയത്ത് എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, മാരേജിൻ്റെ സമയത്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവൻ വരുന്നത് ഞങ്ങൾ ചേഞ്ച് ചെയ്ത് എന്താ ഡേറ്റ് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പം വീട്ടിലൊക്കെ ഈ വണ്ടി എടുക്കാൻ പോകുമ്പോൾ കാറിലൊക്കെ എന്താ ഉമ്മ അപ്പൊക്കെ കുറച്ച് ബേജാറായിട്ടുണ്ട്. എന്താ ഓന് ഇല്ലാണ്ട് എടുക്കണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇതിലുണ്ട്. പക്ഷെ ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ അവർക്ക് തന്നെ എന്തെയോ സത്യം. എൻ്റെ വാപ്പയൊക്കെ കരഞ്ഞ് പിന്നെ ഉമ്മ അതുപോലെ തന്നെ. ഉമ്മൻ്റെ ആ ഒരു എക്സ്പ്രഷൻ കണ്ടിനോ നിങ്ങൾക്ക് അറിയത്തില്ല. പെട്ടെന്ന് ഇങ്ങനെ കണ്ടിട്ട് മനസ്സിലായി നല്ല റീച്ചായി. ഒരു 4 മില്യൺ സംതിങ് കയറി. അത് കൊള്ളാം. ഇനി അതുപോലെ അടുത്തൊരു സർപ്രൈസിങ് മൊമെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? സർപ്രൈസിങ് മൊമെന്റ് അത് സർപ്രൈസ് അല്ലേ? അത് സർപ്രൈസ് അതല്ല, ആൾക്കാർക്ക് ഇങ്ങനെ ഓരോന്ന് കൊടുക്കുന്നില്ല ഇടയ്ക്ക്, എന്നെ കൊണ്ട് പറ്റും കുറെ മറുപടി പോലെയാണല്ലോ വീഡിയോസ് വരുന്നേ. അത് എനിക്ക് പറയാനില്ല. ഉണ്ട്, കുറെ എണ്ണം പ്ലാനിലുണ്ട്. വേറെ ഇതുപോലെ തന്നെ ലവ്ലി പോലെ ചെയ്തൊരു വർക്കായിരുന്നു കള്ളൻ ബെടക്ക്, അങ്ങനെ കുറെ എണ്ണം. ഈ 2 എണ്ണത്തിന്റെ സ്റ്റോറി എന്തായിരുന്നു? ഞാൻ പറഞ്ഞില്ല ഇതാ എന്താ ലിറിക്സ് ഒക്കെ ഞങ്ങൾ ഇങ്ങനെ എഴുതുന്നേ. എന്താ 2 ആളിരിക്കും, ഇരുന്നിട്ട് ഇങ്ങനെ പതുക്കെ ട്യൂണൊക്കെ കമ്പോസ് ചെയ്യും. എന്നിട്ടായിട്ട് ഒരു ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്യും. ഈ ടോപ്പിക്കിലാണ് ഈ ഒരു പാട്ട് പോകണ്ടേ എന്നുള്ളത്. അങ്ങനെ അതിൽ ഇങ്ങനെ പോണതാ. നമുക്ക് മൈൻഡിൽ വരുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ കുറേ സംഭവം എഴുതി വെക്കും. അതിൽ നിന്ന് കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ എടുത്ത് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ കള്ളൻ എന്ന് പറയുന്ന സംഭവം. മറ്റേ ബെടക്ക് സെയിം ആ ഒരു രീതിയിൽ തന്നെ ചെയ്തതാണ്. ഈ 2 എണ്ണത്തിൽ പക്ഷെ ഇനി അങ്ങോട്ട് ചെയ്യുന്നുള്ളത് കുറച്ച് എന്താ സീരിയസ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണമെന്നുണ്ട്. മീൻസ് ഇങ്ങനെ കുറച്ച് ക്രിഞ്ചൊക്കെ മാറ്റിയിട്ട്. ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളായിരിക്കും? ആരും ചെയ്തിട്ടില്ല. അതെന്താ? ആരും ചെയ്തിട്ടില്ല. ഓക്കെ. ആരുടെ വീഡിയോസ് ഇഷ്ടം ഇൻസ്റ്റഗ്രാമിൽ? എനിക്ക് എൻ്റെ വീഡിയോ അത് കൊള്ളാം. എനിക്ക് എന്നെ തന്നെ ഇഷ്ടം. എന്നാലും വേറെ ആരുടെ കാണാറുണ്ട്? അതുപോലത്തെ കണ്ടന്റ് എടുത്താ കൊള്ളാം എന്നുള്ള ഒരു ഫീൽ ഒന്നും വന്നിട്ടില്ല, തോന്നാറില്ല. ഈ കാസർഗോഡ് പൊതുവെ മൊത്തത്തിൽ ഒരു ടോക്ക് ഉണ്ടല്ലോ, അവിടുത്തെ പിള്ളേരനൊക്കെ കുറിച്ചിട്ട് സ്ലാങ്, അങ്ങനെ പുറത്തുനിന്ന് ബാക്കി ജില്ലക്കാർ കുറച്ച് നെഗറ്റീവ് പറയുന്ന ടോക്ക് വരാറുണ്ട്. അതൊക്കെ എങ്ങനെ കാണാറ്? സ്ലാങ്ങിന്റെ കാര്യം ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. ഞങ്ങൾ പറഞ്ഞ നിങ്ങൾക്കാണ് മനസ്സിലാവാത്ത. അപ്പൊ ആരുതാ തെറ്റ്? ഞങ്ങളുടെ നാട്ടിൽ 7 ഭാഷയുണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല, കുറച്ചേ എനിക്കറിയത്തുള്ളൂ. പക്ഷെ 7 ഭാഷയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അപ്പം ഞങ്ങൾ തെറ്റല്ല, ഭാഷയുണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് മനസ്സിലാവും. ഇനി ട്രിവാൻഡ്രക്കാർ പറഞ്ഞോട്ടെ നമുക്ക് മനസ്സിലാവും, മലപ്പുറക്കാർ പറഞ്ഞോട്ടെ നമുക്ക് മനസ്സിലാവും, എല്ലാം മനസ്സിലാവും.